ഒരു 1.5 മാസമായ പശുക്കുട്ടിയുടെ തോലാണ് ഇത്. ആ ഒരു പശുക്കുട്ടിയുടെ തോല് മുഴുവനായിട്ട് അങ്ങനെ മുഴുവനായിട്ട് എടുത്തിട്ട് സ്റ്റഫ് ചെയ്തതാണ്. ഇവർ ഇതുപോലെയും ചെയ്തു കൊടുക്കാറുണ്ട് കേട്ടോ. ഇത് കുറച്ച് കോസ്റ്റ്ലി ആണ്. ഇത് നമ്മളിപ്പോൾ ഇപ്പോൾ ലിവിങ് ഏരിയയിലോ ഓഫീസ് റൂമിലോ ഒക്കെ നമ്മൾ ഭംഗിക്ക് വേണ്ടിയിട്ട് വെക്കാനും ഇതിനൊക്കെ ഉപയോഗിക്കുന്നത് ഇതുപോലെ. ഇത് എത്ര വർഷം കഴിഞ്ഞാലും നഷ്ടപ്പെടില്ല. ഇതിൻ്റെ ഭംഗി അതേപോലെ തന്നെ നിൽക്കും. പക്ഷേ ഇത് ഒറിജിനൽ തോല് അങ്ങനെ സ്റ്റഫ് ചെയ്ത് വെച്ചതാണ്. ഇത് കുറച്ച് കോസ്റ്റ്ലിയാണ്. പക്ഷേ ആവശ്യക്കാരുണ്ടെങ്കിൽ അവരിതുപോലെ ചെയ്തു കൊടുക്കുകയും ചെയ്യും കേട്ടോ. ഇതെന്താന്ന് നിങ്ങൾക്ക് മനസ്സിലായോ അല്ലേ? പശുവിൻ്റെ തോല്, പോത്തിൻ്റെ തോല് എന്നൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും. പക്ഷേ ഈ തോല് കൊണ്ടുപോയിട്ട് എന്താ ചെയ്യും? അവസാനത്തെ സ്റ്റേജാണ് ഇനി ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. ഇതാണ് ഇതിൻ്റെ ഫൈനൽ സ്റ്റേജ് എന്ന് പറയുന്നത്. ഇത് നമുക്ക് പല കളറിലും കിട്ടും കേട്ടോ. ഒന്ന് ബ്ലാക്ക് കളറിൽ വേണമെങ്കിൽ കിട്ടും. അതുപോലെ തന്നെ നമ്മൾ കാണാറുണ്ടല്ലേ ഇതിൻ്റെയൊക്കെ ബാഗും ചെരുപ്പും ഒക്കെ നമ്മൾ അധികം കാണുന്നത് ഈ കളറുകളിലൊക്കെയാണ്. ഇത് മറ്റൊരു കളറ്. ഇത് കുറച്ച് കട്ടിയുള്ളതാണ് കേട്ടോ. ഇത് പോത്തിൻ്റെ തോലാണ്. പോത്തിൻ്റെ തോലുകൊണ്ട് ഉണ്ടാക്കുന്ന ഐറ്റംസിന് കുറച്ചുകൂടെ കട്ടി കൂടുതലായിരിക്കും. അതുപോലെ തന്നെ ഈ ഒരു കളർ കണ്ടോ, ഇത് കുറച്ച് കട്ടി കുറവുള്ളതാണ്. ഇത് പശുവിൻ്റെതാണ് കേട്ടോ. അപ്പോൾ പശുവിൻ്റെ തോലാണ് ഇത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഫൈനൽ സ്റ്റേജ് ഞാൻ പറഞ്ഞില്ലേ, ഇതാണ് ഇതിൻ്റെ ഏറ്റവും ലാസ്റ്റ് വരുന്നത്. ഇതുകൊണ്ടാണ് നമ്മൾ ഉപയോഗിക്കുന്ന ഷൂസുകളായിക്കോട്ടെ, ബാഗുകളായിക്കോട്ടെ, കോട്ടുകളായിക്കോട്ടെ, ഏത് സാധനങ്ങളും ഈ ഒരു രൂപത്തിലായതിൻ്റെ ശേഷമാണ് അവർ ആക്കി മാറ്റുന്നത്.